മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. വർഷം 2025 നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മൂലം, പൂരാടം, ഉത്രാടം, ഒന്നാം പാദം അടങ്ങുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2025 ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ഗുരു ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവമായ ഇടവത്തിലാണ്. മെയ് 14 ഗുരു ഇടവത്തിൽ നിന്നും നിങ്ങളുടെ 7ാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഗുരു സാധാരണയായി ഒരു രാശിയിൽ പ്രവേശിച്ചാൽ 12 മാസം, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ രാശി മാറുന്നത്. പക്ഷേ 2025 ഗുരു ഒന്നിനു പകരം 3 പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും. ആദ്യം മെയ് 14 ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം 2.5 മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ ഇതിനെ അതിചാരി എന്നാണ് പറയുന്നത്, അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ മിഥുനം രാശിയിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ 18 കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു ഈ സമയത്ത് വെറും 5 മാസം കൊണ്ടാണ് സഞ്ചരിച്ച് തീർക്കുന്നത്. ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡിനെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കും. കർക്കടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നവംബർ 11 ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ 5 വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ഇപ്രകാരം വർഷത്തിൽ ഒരു പ്രാവശ്യം രാശി മാറുന്ന ഗുരു 2025 ഒന്നിനു പകരം 3 പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും. അതായത് ആദ്യം ഇപ്പോൾ നിൽക്കുന്ന ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും, അവിടെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് കർക്കടകത്തിലേക്കും, പിന്നീട് വക്രഗതിയിലായി തിരിച്ച് വീണ്ടും മിഥുനത്തിലേക്കും പ്രവേശിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ധനുരാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഗുരു നിങ്ങളുടെ സ്വന്തം രാശിയുടെയും സുഖസ്ഥാനമായ 4ാം ഭാവത്തിൻ്റെയും അധിപനാണ്. നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി 10ാം ഭാവത്തിലും 7ാം ദൃഷ്ടി 12ാം ഭാവത്തിലും 9ാം ദൃഷ്ടി 2ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുടെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഫലങ്ങൾ ലഭിക്കുവാൻ അല്പം സ്ലോ വരുത്തുന്നതായിരിക്കും. 2025 ഫെബ്രുവരി 4 ശേഷം അതിൽ പുരോഗതിയും ഉണ്ടാകുന്നതായിരിക്കും. 10ൽ ദൃഷ്ടി പതിക്കുന്നത് കർമ്മരംഗത്ത് സ്ലോയിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഫലങ്ങളിൽ വേഗതയുണ്ടാക്കുന്നതായിരിക്കും. കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. 12ാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറുവാൻ സഹായിക്കുന്നതായിരിക്കും. വിദേശത്തു നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാനും ഇടയാകുന്നതായിരിക്കും. 2ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് പൈസ സേവ് ചെയ്യാനും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാനും ഇടയാക്കുന്നതായിരിക്കും. ഗുരു 6ൽ നിൽക്കുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഭൂമി, ഭവനം, വാഹനം എന്നിവയുടെ ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും. മെയ് 14 ഒക്ടോബർ 18 ഇടയ്ക്ക് ഗുരു അതിവേഗതയിലായിരിക്കും സഞ്ചരിക്കുന്നത്.
ഈ സമയം വളരെ ക്രൂഷ്യലായിരിക്കും. അതായത് ഏകദേശം 5 മാസത്തോളവും ഗുരു അതിചാരിയായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടി 11-ാം ഭാവത്തിലും 7-ാം ദൃഷ്ടി 1-ാം ഭാവത്തിലും 9-ാം ദൃഷ്ടി 3-ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും. അതായത് കൂടുതൽ ലാഭം ലഭിക്കുന്നതിനായി അധികം ആലോചിക്കാതെ പെട്ടെന്ന് നിക്ഷേപങ്ങൾ ചെയ്യുന്നതും അത് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. അതുപോലെ 1-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ഓവർ കോൺഫിഡൻസായി തീരുമാനങ്ങൾ എടുക്കാൻ ഇടയാക്കുന്നതും അത് ചിലപ്പോൾ പേഴ്സണാലിറ്റിയെ നെഗറ്റീവായി ബാധിക്കുന്നതുമായിരിക്കും. 3-ൽ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാക്കുന്നതും ചിലപ്പോൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കും. ഇതിലും ചില സമയത്ത് ഹാനികൾ വരാൻ ഇടയാകുന്നതായിരിക്കും. പൊതുവെ ഗുരുവിൻ്റെ ദൃഷ്ടി ശുഭഫലങ്ങളാണ് നൽകുന്നത്. പക്ഷേ അമിത വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയത്തും ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. എങ്കിലും ധൃതി പിടിച്ചും അധികം ആലോചിക്കാതെയും എടുക്കുന്ന തീരുമാനങ്ങൾ ചില സമയത്ത് ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ഈ 5 മാസക്കാലം എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ. അങ്ങനെ ചെയ്യുന്ന പക്ഷം പല ഹാനികളും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഒക്ടോബർ 18-ാം തീയതി ഗുരു കർക്കടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് ക്രമേണ കുറയുന്നതായിരിക്കും. ഈ സമയത്ത് ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടി 12-ാം ഭാവത്തിലും 7-ാം ദൃഷ്ടി 2-ാം ഭാവത്തിലും 9-ാം ദൃഷ്ടി 4-ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. 12-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറാൻ ഇടയാക്കുന്നതായിരിക്കും. വിദേശത്തു നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനും ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അത് കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നിവയ്ക്കോ അതല്ലെങ്കിൽ വീട് വാങ്ങുവാനോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. 2-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കുവാനും സഹായിക്കുന്നതായിരിക്കും. കുടുംബാന്തരീക്ഷം ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതും ആയിരിക്കും. 4-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുവാൻ ഇടയാക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടി, ഭവനം, വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും. ഇവയിൽ നിന്നും നല്ല ലാഭം ലഭിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും. ഇതാണ് ഗുരുവിൻ്റെ വർഷം 2025 രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ധനുരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.